ഇത് സിനിമയാണോ? സിനിമയാണെങ്കിൽ നായകന് പ്രായം 14 വയസ്സ്. ഒരു 14 വയസ്സുകാരന്റെ പൂണ്ട് വിളയാട്ടം. കണ്ടിരുന്ന ഓരോരുത്തരും രാഹുൽ ദ്രാവിഡിനെ പോലെ ഇരുന്ന സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ടുണ്ടാകാം. കാരണം ഈ ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ചില്ലറ കാര്യങ്ങളൊന്നും അല്ലല്ലോ. വൈഭവ് സൂര്യവംശി ഈ 14-കാരന്റെ കുസൃതികളൊന്നും ചില്ലറയല്ല കേട്ടോ. താൻ ജനിക്കുന്നതിന് മുമ്പേ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ ഇഷാന്ത് ശർമ്മയെ മേൽക്കൂരയിലേക്ക് പറത്തുന്നു. ലോകത്തെ ടോപ്പ് റേറ്റഡ് T20 സ്പിന്നർ റാഷിദ് ഖാനെതിരെ ഒരു പേടിയും കൂടാണ്ട് 94 റൺസിൽ നിൽക്കെ 6 അടിച്ച് സെഞ്ചുറി നേടുന്നു. സിറാജ് ആകട്ടെ, പ്രസീദ് കൃഷ്ണ ആകട്ടെ, കരീം ജാനത്ത് ആകട്ടെ, എത്ര വേഗക്കാർ വന്നാലും ഇവരെല്ലാം പയ്യന്റെ ബാറ്റിന്റെ ചൂടറി. IPL ചരിത്രത്തിൽ അവന്റെ പ്രായത്തേക്കാൾ മൂപ്പുള്ള റെക്കോർഡുകൾ അവന്റെ പോക്കറ്റിലേക്കാക്കി. ഒരു ഇന്ത്യക്കാരന്റെ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി 2010 യൂസഫ് പത്താൻ 37 ബോളിൽ നേടിയതാണെങ്കിൽ അത് തിരുത്തിക്കുറിച്ച് അത് പഴങ്കഥയാക്കിയിരിക്കുകയാണ് ഈ 14 വയസ്സുകാരൻ. ഇനി വേഗക്കാരിൽ വേഗതയേറിയ സെഞ്ചുറിയിൽ ഒരാൾ മാത്രം മുന്നിൽ ക്രിസ് ഗെയിൽ. വൈഭവ് ഒരു മടിയനാണ് കേട്ടോ. കാരണം ദേഹം അനങ്ങുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. കാരണം വൈഭവിന്റെ 101 റൺസിൽ 94 റൺസ് വന്നത് ബൗണ്ടറികളിലൂടെയാണ്. IPL സെഞ്ചുറികളിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറി പെർസെന്റേജിലൂടെ സെഞ്ചുറി നേടുന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശിയുടെ പേരിലാകുകയാണ്. 11 സിക്സുകളും 7 ഫോറുകളും. ഓ മാൻ, അല്ല മാൻ വിളിക്കാൻ പോലും ആയിട്ടില്ല, 14 വയസ്സേ ആയുള്ളൂ. ഓ ബ്രോ, കിട്ടു പെർഫോമൻസ്. 2011 ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിക്കുന്നതിന് വെറും 6 ദിവസം മുന്നേ മാത്രം ജനിച്ചിട്ടുള്ള ഒരു കൊച്ചു പയ്യൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമാകുമ്പോൾ വലിയൊരു കൈയടി കൊടുക്കേണ്ടത് അവന്റെ പേരൻസിനോടല്ലേ. സാധാരണ കുടുംബമായിരുന്നു. 4-ാം വയസ്സ് മുതൽ വൈഭവ് ക്രിക്കറ്റിനോട് വലിയ താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ബോളുകളിലൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടക്കാൻ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളുകളിലും അവന്റെ ക്രിക്കറ്റ് താല്പര്യം കണ്ട് ഈ കുടുംബം ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. അവരുടെ കയ്യിൽ കുറച്ച് വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. ഈ വസ്തുവൊക്കെ വിറ്റും അവന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു. അതാണ് അവന് വഴിത്തിരിവാകുന്നത്. അവരുടെ കഷ്ടപ്പാടുകളും എഫേർട്ടുകളും ഒരിക്കലും വെറുതെ ആകുന്നില്ല. മറ്റാരേക്കാളും വേഗത്തിൽ ക്രിക്കറ്റ് ലോകത്തിൽ പുതിയ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒറ്റക്കൊമ്പൻ. ആരുമായും ഇവനെ കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ ഇവൻ ആണ്. 14-ാം വയസ്സ് സ്കൂളും ട്യൂഷനുമായിട്ട് നമ്മൾ എത്ര കിടന്ന് കറങ്ങിയിട്ടുണ്ടാവും അല്ലേ. ഇതിനിടയിൽ നമുക്കിടയിൽ നിന്ന് എത്ര സൂപ്പർ സ്റ്റാർസിനെ നഷ്ടമായിട്ടുണ്ടാവും. സാക്ഷാൽ സച്ചിൻ പോലും ഇന്ത്യക്കായി അരങ്ങേറുന്നത് 16-ാം വയസ്സിലാണ്. ഒരു ഇന്ത്യക്കാരന്റെ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുമായി ഒരു 14 വയസ്സുകാരൻ അവിടെ നിൽക്കുകയാണ്. സച്ചിന് മുൻപേ ഇന്ത്യക്കായി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് മാറുമായിരിക്കും. അതെന്തായാലും കമന്റ് ബോക്സ് പറയട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ വൈഭവ് സൂര്യവംശി തുടരും.